ആഘോഷത്തിന് ഇങ്ങനെ കളർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ചുകൂടി കളറാക്കാനായിട്ട് മറ്റൊരു താരത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, നമ്മുടെ ഈ എന്താണ് കിച്ചൺ മാജിക്കിലേക്ക്. ഓക്കെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം യമുന റാണി. യമുന ചേച്ചിയോടൊപ്പം യമുന ചേച്ചിയുടെ പേരായിട്ട് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒരു ചോക്ലേറ്റ് ഹീറോ കൂടിയുണ്ട്, ദീപൻ മുരളി. 2012 മുതൽ അഭിനയ രംഗത്ത് സജീവമാണ് ദീപൻ മുരളി. ചലച്ചിത്ര ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ മുഖം. അവതാരകനായും റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായി ദീപനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പാചകത്തിൽ ദീപൻ എങ്ങനെയായിരിക്കും എന്നൊരു സംശയമുണ്ടോ? അതിനുള്ള ഉത്തരമാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലൂടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൂടെയുള്ളതാകട്ടെ ചലച്ചിത്ര ടെലിവിഷൻ പരമ്പരകളിലൂടെ 30 വർഷങ്ങളായി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട യമുന റാണിയും. നിരവധി ഹിറ്റ് പരമ്പരകളിൽ ജനപ്രിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് യമുന പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത്. ധാരാളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വേദിയിൽ യമുനയുടെയും ദീപന്റെയും മറ്റൊരു മുഖം നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്തൊരു ചേലാണ്, നെഞ്ചില് നീരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, പുഞ്ചിരിക്കാറ്റേ, പാറും പൂമ്പാറ്റേ, കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ, കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. ലാലേട്ടന്റെ പോലെ തന്നെ തോന്നുന്നു. സാധാരണ നവീൻ എവിടെ കണ്ടു കഴിഞ്ഞാലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചാലും എന്തെങ്കിലും ട്രോൾ ഉണ്ട്. അപ്പൊ ഇത് സത്യമാണോ? സത്യം പറയുകയാണെങ്കിൽ രണ്ടുപേരും വന്നത് നന്നായിരുന്നു. പ്രശ്നം എന്താണെന്നറിയാം, നമ്മളിത് ആദ്യം ഇങ്ങനെ ഇൻട്രോ ഒക്കെ ഞങ്ങൾ രണ്ടുകൊണ്ട് ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് നമുക്ക് നന്നായിട്ടൊക്കെ ചെയ്യണമെന്ന് ഒരാൾ പറയാം, ചേച്ചി എനിക്ക് നടുവിന് പ്രശ്നമാണ് അതിവിടെ പ്രസക്തി ഇല്ല, പാടില്ല. അല്ല അതൊക്കെ ചുമ്മാ കേട്ടോ. നമ്മൾ ഈ കലാകാരന്മാർ തട്ടേ കറമ്പ് മട്ടുമാറും പറയില്ലേ, അങ്ങനെയല്ലേ? നമുക്ക് എന്ത് പ്രശ്നം തട്ടേ കറമ്പ് മട്ടുമാറും നടുവേന മുഖത്ത് അറിഞ്ഞതേ ഇല്ല. അറിയാൻ പറ്റുമല്ലോ. പേരായി വരുന്നത് ദീപനാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രോജക്റ്റ് അല്ലേ സീരിയലില് എന്റെ മോനായിട്ട് അഭിനയിച്ചത്. പക്ഷെ ഒരു അമ്മയും മകന്റെ ഒരു വാത്സല്യം അല്ല ഞങ്ങൾ ഇവിടെ കണ്ടത്. വീട്ടിൽ ആൾക്കാർ വേറെ ഇരിപ്പുണ്ട്. നമുക്ക് അതൊക്കെ വേണം. ഒരു ഷോയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് എല്ലാം വേണം. റൊമാൻസ് വേണം, അത്യാവശ്യം എരിയും പുളിയൊക്കെ വേണ്ടേ? എല്ലാം വേണം. എരിയും പുളിയൊക്കെ പുറകിലുണ്ട്. നമ്മൾ തുടങ്ങും നമ്മളിപ്പോ. അപ്പൊ തൽക്കാലം